രാത്രിയായപ്പോൾ ഫിമിയും ജോബിയും അച്ചുവിനെ പിടികൂടാൻ ശ്രമിക്കുന്നു. ലയയും ഷഹീർ തിരിച്ചു വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച അച്ചുവിനെ കസേരയിൽ കെട്ടിവെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഷഹീറും ലയയും ഫിമയോടും ജോബിയോടും കുറേ പ്രാവശ്യം പറഞ്ഞു അവനെ വിടാൻ. പക്ഷേ ഫിമ പറഞ്ഞു, ഈ വീടിൻ്റെ രഹസ്യം എന്താണെന്ന് പറയാതെ ഞാൻ അച്ചുവിനെ വിടില്ല എന്ന്. ഷഹീർ യുവരാജിനോട് സംസാരിക്കുകയായിരുന്നു. യുവരാജ്, ആ രഹസ്യം എന്താണെങ്കിലും അവരോട് പറഞ്ഞേക്കും. അച്ചുവിൻ്റെ ജീവനാണ് പ്രധാനം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശക്തികൾ ഉപയോഗിച്ചോട്ടെ. അപ്പോൾ യുവരാജ് പറഞ്ഞു, വേണ്ട, ഈ ശക്തികൾ നീ ഇപ്പോൾ ഉപയോഗിക്കരുത്. കാരണം നിനക്ക് ശക്തികൾ ലഭിച്ച് 2 മണിക്കൂർ കഴിയാതെ നീ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതിന് കാരണം ഇവരുടെ ശക്തികൾ ഇവരുടെ നിയന്ത്രണത്തിലല്ലാത്തതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കുമെന്ന് യുവരാജിന് ഭയമുണ്ട്. യുവരാജ് 2 ആത്മാക്കൾക്കും ആ രഹസ്യം എടുത്തു കൊടുത്തു. ഷഹീർ യുവരാജിനോട് ചോദിച്ചു, ഈ വീടിൻ്റെ രഹസ്യം ആ 2 ആത്മാക്കൾക്ക് പറഞ്ഞു കൊടുത്തോ എന്ന്. അപ്പോൾ യുവരാജ് പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതറിഞ്ഞ് ഫിമയും ജോബിയും എന്തായാലും വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണമെന്ന് ഷഹീറിനോട് പറഞ്ഞു. യുവരാജ് പറഞ്ഞതുപോലെ ഫിമയും ജോബിയും അവിടെ വന്നു. ലയനെയും ഷഹീറിനെയും അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് ശക്തികൾ ലഭിച്ചതുകൊണ്ട് ആ ശക്തികൾ ആ 2 ആത്മാക്കൾക്ക് നേരെ പ്രയോഗിച്ചു. ഫിമയ്ക്കും ജോബിയയ്ക്കും ഇതൊന്നും മനസ്സിലായില്ല. കാരണം ഇവർക്ക് 2 പേർക്കും ശക്തി ലഭിച്ച കാര്യം ഫിമയും ജോബിയും അറിഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ ആ 2 ആത്മാക്കൾ അവിടെ നിന്നും പോയി. ആ 2 ആത്മാക്കളെ കാണാൻ കാട്ടിൽ നിന്നും ഒരാൾ വരുന്നു. ഫിമ പറഞ്ഞു, ഞങ്ങൾക്ക് ആ വീടിൻ്റെ രഹസ്യം ലഭിച്ചില്ല. യുവരാജ് ഷഹീറിനിലേക്കും എന്തോ ശക്തികൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കവരെ ആക്രമിക്കാനും കഴിഞ്ഞില്ല. ആ വീടിന് രഹസ്യമുള്ള കാര്യം മുഖം മറച്ചിരിക്കുന്ന ആളാണ് ഈ 2 ആത്മാക്കളോട് പറഞ്ഞത്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, യുവരാജിനെ ഇല്ലാതാക്കാനുള്ള ആയുധം ഞാൻ നൽകാമെന്ന്. നാളെ കാണൂ പ്രതികാരത്തിൽ യുവരാജിൻ്റെ അന്ത്യം കുറിക്കുവാൻ ഫിമിയും ജോബിയും തയ്യാറാകുന്നു.